ഗുഡ് മോർണിംഗ് മമ്മി. ആഹാ, യൂഞ്ചി മോളെ, ചെന്നാത്തൻ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വെച്ചാൽ നിനക്ക് ക്ഷീണമൊന്നുമില്ല? കുറച്ച് നേരം പോയി കിടന്നോ? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്നേ. എനിക്ക് ക്ഷീണമൊന്നുമില്ല മമ്മി. പിന്നെ ഇപ്പോൾ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവളുടെ ഒരു കാര്യം. മമ്മി എന്നെ ഉണ്ടാക്കുന്നത് പുട്ടാടാ. ജീനി 2 ചായ ഇങ്ങനെ എടുത്തേരെ. സെബിച്ചനുണ്ടോ? ചാച്ചനുണ്ടോ? മമ്മി ഞാനിപ്പോൾ വരാവേ. എന്നായാലും മോൾ അങ്ങോട്ട് ചെല്ലല്ലേ. ദേ ചായയും കൂടി കൊണ്ടുപോയേ. ശരി മമ്മി. പപ്പ. യൂഞ്ചി മോളെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചാച്ച ചായ ഇട്. ഉറക്കമൊക്കെ സുഖമായിരുന്നോടി? ഓ പറയണേട്ടാ, അവളിവിടെ നിന്നിട്ടേ ഇല്ല. എന്നാലും അവൻ എഴുന്നേറ്റില്ലടാ? ഇല്ല അപ്പ. നിങ്ങളിനി ഇപ്പോഴൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. അതെന്നായാലും നന്നായി. കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോഴേക്കും അങ്ങ് ചെല്ലണ്ട. സെബിച്ചാ? ഹോബിയില്ലേ അവിടെ? ഉണ്ടല്ലോ. അവളോട് ഒന്ന് വരാൻ പറയണേ. അൻ്റെ മോളെന്തേ? അല്ലേ രാവിലെ കണ്ടിട്ടാണല്ലോ. അവിടെ റോസിൻ്റെ വീട്ടിലാണ്. കോളേജിൻ്റെ അടുത്താണല്ലോ. അഡ്മിഷനൊക്കെ തുടങ്ങി. അപ്പോൾ അഡ്മിഷൻ്റെ ഡ്യൂട്ടി അവൾക്കായിട്ടിരിക്കുന്നത്. അവൾ പഠിച്ച കോളേജിൽ തന്നെയാണല്ലോ. വെറുതെ അല്ല, കാന്താരിനെ രാവിലെ തന്നെ കാണണ്ടാണല്ലോ. 2 ദിവസം കഴിയുമ്പോൾ അവളിങ്ങ് വരും. എന്നാൽ പിന്നെ ഞാനങ്ങ് ചെല്ലുക. പിന്നെ ജൂണേ, എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലയിൻറ്റ്, റിപ്പയർ ചെയ്യാൻ കൊടുത്തതുള്ളൂ. എന്നെ ഒന്ന് അവിടെ വരെ ഇതാക്കണേ. നീ റെഡിയായിട്ട് വായോ. ശരി അപ്പോൾ യൂഞ്ചി മോളെ. ശരി ചാച്ച. എന്നാൽ പിന്നെ ഞാനും പോയി റെഡി ആവട്ടെ. കുറച്ച് ദിവസം ലീവ് എടുത്തതല്ലേ, പെയിൻറ്റിങ് വർക്ക് കുറേ ഉണ്ടാവും. യൂഞ്ചി മോളെ, അവൻ എഴുന്നേറ്റില്ലയോ? ഇല്ല മമ്മി. എന്നാൽ പിന്നെ നീ ചായ അങ്ങ് കൊടുത്ത് ഇവിടെ. ഞാൻ ആ കിച്ചണിലോട്ടൊന്ന് ചെല്ലട്ടെ, കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. മമ്മി. എന്താ കിടപ്പ്. ജിമ്മിച്ചായോ, എണീക്ക്. ടൈം എത്ര ആയിന്നാ? മമ്മി ഒരു 5 മിനിറ്റും കൂടി. അയ്യോ, മമ്മീൻ്റെ മോൻ എണീച്ചായേ. ജിമ്മിച്ച യോഞ്ചീസ് പ്ലീസ് ഡേ. മതി എണീക്ക്. കണി തന്നെ ബെസ്റ്റാണല്ലോ മോളെ. കുളിച്ചൊരുങ്ങി ഈറൻമുടിയുമായി. അയ്യടാ, രാവിലെ തന്നെ ഒലിപ്പിച്ചിറങ്ങാണല്ലേ. പിന്നെ ഞാനിതൊക്കെ ആരോടൊന്നും പോയി പറയണ്ടേ യോഞ്ചീസേ. മതി ചായ കുടി. അല്ല പെണ്ണേ, നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? നീങ്ങുക, നമുക്ക് 2 പേർക്കും കുറച്ച് നേരം അങ്ങ് പുതച്ച് കിടന്നാണ്. രാവിലത്തെ ഉറക്കം അത് ബെസ്റ്റാണ്. പോടായിരുന്നു സമയമില്ലാത്ത സമയത്ത് ഞാൻ ജീനി മമ്മിയുടെ അവിടെ ചെല്ലട്ടെ. അവിടെ ആരുമില്ല. ഇത്ര നാൾ മമ്മിയുടെ കൂടെ കുറേ പേരുണ്ടായിട്ട്. ഇനിയിപ്പോൾ ഞാനില്ലേ, ഒരു 2 മിനിറ്റ് എൻ്റെ അടുത്ത് നിന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ജിമ്മിച്ച അത് പിന്നെ എന്നാടി അത് നാറി അവൻ കയറി വന്നിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നിൻ്റെ ആരെ കെട്ടിക്കാനാണ് അവിടെ വന്നിരിക്കണേ? ഇത് പറയാനാണത് മോള് വന്നത്? അവൻ എന്നെ വിളിച്ചായിരുന്നു. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ടിരിക്കാം. ഞാനാണ് അവൻ്റെ ചേട്ടൻ, അതാ നീയാണോ അവൻ്റെ ചേച്ചി? ഞങ്ങളെ വിളിച്ചാൽ ആര് വിളിച്ചാലും അവന് കോൾ എടുക്കാൻ പറ്റില്ല. നീ വിളിച്ചാൽ ഓക്കെ. ഒരു ചേച്ചി അനിയനും വന്നിരിക്കണം. ജീനി മമ്മി അവിടുന്ന് തുടങ്ങി. ഇനി അവൻ്റെ കാര്യം മമ്മി നോക്കിക്കോളും. ഞാൻ ചെല്ലട്ടെ. മമ്മി അവൻ ഇട്ട് പൊരിക്കും. ഞാനും കൂടി ഇല്ലെങ്കിലേ ചെക്കൻ പെട്ടുപോകും. അയ്യടാ, നീ ഇപ്പോൾ പോകണ്ട. അവന് കിട്ടാനുള്ള കിട്ടട്ടെ. ഇത് ജിമ്മിച്ച കളിക്കല്ലേ. അവൻ്റെ ഉച്ച. അയ്യോ, എന്തൊരു സ്നേഹം. എന്നാൽ ചെല്ലി പോയി അനിയനെ സമാധാനിപ്പിക്കും. വേഗം ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് എൻ്റെ കെട്ടിയോനങ്ങ് പോരെ. നമ്മളിനി ഔട്ടല്ലേ.
അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മകനെ, അസൂയപ്പെടാനല്ലേ പറ്റുള്ളൂ. എൻ്റെ പൊന്നമ്മച്ചി രാവിലെ തന്നെ തെറിപ്പാട്ട് പറയല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കറ്. 3 വർഷമായി പൊന്നുമോൻ ഇവിടുന്ന് പോയിട്ട്. ഇവിടെ ഉള്ളവർ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്തേലും നിറയുന്നുണ്ടോ? ഒക്കെ ഇനി ഞാൻ അറിയുന്നുണ്ടോ? ഒക്കെ അപ്ഡേറ്റാണ്, ഒക്കെ അറിയുന്നുണ്ട്. നീ ജീവിച്ചിരിപ്പുണ്ടോ ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? വല്ല ഇൻസ്റ്റയിലും തപ്പിയാലും അറിയാം, അല്ലാണ്ട് നിന്നെയൊക്കെ എവിടെ കിട്ടാനാ? കുറേ തുണിയില്ലാത്ത മദാമ്മമാരും അതിൻ്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മമ്മിക്ക് തോടെ നട്ടിയേ എന്താടാ? ഒന്നുമില്ല ചോപ്പ. അയ്യോ, നിങ്ങളൊക്കെ എന്ത് ദുഷ്ടന്മാരാ. ആ പേട്ട് തലേന്ന് തന്നെ ഈ ചേച്ചിനെ കെട്ടിച്ചു കൊടുക്കണമായിരുന്നു. വീഡിയോ കോൾ ചെയ്യുന്ന പോലെ ഒന്നല്ല. എന്നാ സുന്ദരി ജീസേ. നീ പോടാ ചോപ്പ. സത്യമായിട്ടും ആ കൊരട്ടടയ്ക്കാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കണമായിരുന്നു. കൊരട്ടടക്കം നിൻ്റെ മഹാനി ഇവിടെ ഉണ്ടായിരുന്നു. നിനക്കൊന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റില്ല അല്ലേ? അതിന് മാത്രം തിരക്ക് എന്താണ്? എൻ്റെ അമ്മച്ചി ഒന്ന് നിർത്ത്. എനിക്ക് നല്ല വിശപ്പ്, നന്നായി പോയുള്ളൂ. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല നിനക്ക്. പക്ഷേ അങ്ങനെ പറയരുത്. ഞാൻ വരുന്നെന്ന് ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് എന്തെങ്കിലുമൊക്കെ കാണും, അതുറപ്പല്ലേ? ആടാ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറേ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വയ്യ, ഞാൻ ഇന്ന് തിന്ന് പിടിക്കും. എൻ്റെ യൂജിസേ, നിങ്ങളൊക്കെ എൻ്റെ ഈ ജീനി മമ്മീനൊന്ന് നോക്കി. നിങ്ങളൊക്കെ എൻ്റെ മമ്മിയുടെ അടുത്ത് തോറ്റു പോകും. ആ സൗന്ദര്യം അത് വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? വേൾഡ് ബ്യൂട്ടി അല്ലേ? നീ പോട ചക്ക, വെറുതെ കൊച്ചിൻ്റെ മുന്നേച്ച് കണ്ട. ദേഷ്യപ്പെടുന്നതിലും ഭംഗി എപ്പോഴാന്ന് പറയൂ? ഇങ്ങനെ ഷൈ മുഖമായിട്ട് നിൽക്കുമ്പോഴാന്നേ. എൻ്റെ പപ്പയെ ലക്കി. നീ പോയടാ ചോപ്പ. നീ ആ ബാഗൊക്കെ വെച്ച് പോയി കുളിച്ചേച്ചു വാ. അമ്മയെ നിനക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. കള്ള കുപ്പിയിലാക്കിയല്ലോ. ഇതിനുള്ള ട്രിക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനെ മാത്രമേ അവനെ കൊള്ളത്തുള്ളൂ. ആരത്? എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു? പോയില്ലായിരുന്നു? ഇല്ല, പോയില്ല. ചാച്ചന് സുഖമല്ലേ ചാച്ച? എനിക്ക് സുഖക്കേടിനൊന്നും കുഴപ്പമില്ല. മകന് സുഖമാണോ? ഓ ആണ്. വല്ലാണ്ടിട്ട് കുട്ടുന്നുണ്ടല്ലോ. വാങ്ങിച്ച ചാച്ചൻ പോകാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? അല്ല, ഒരു വാഴക്കൃഷി തുടങ്ങാനുള്ള പ്ലാൻ ഇടാൻ നിൽക്കുക. എന്തേ? ഓ ഈ ചാച്ചൻ്റെ ഒരു തമാശ. ഈ ചാച്ചൻ തമാശ പറയുന്നതൊക്കെ വലിയ രസമാണേ. അതെ, അവിടെ പതിപ്പിച്ചപ്പോൾ സൂപ്പ് ഇവിടെ പതിപ്പിക്കാൻ നിൽക്കണ്ട. ഓക്കെ. നിങ്ങളൊക്കെ എന്താ ഒരുമാതിരി പിള്ളേരെ പോലെ. 1 മന്ത് ഞാനിവിടെ ഉണ്ട്. നമുക്ക് അടിച്ച് വിളിക്കാം. അത് കഴിഞ്ഞ് പൊന്നുവാൻ എങ്ങോട്ടാ? ഓ, അത് കഴിഞ്ഞ് എൻ്റെ പേജൊക്കെ അവിടെ ചെയ്യണം, അതൊക്കെയാണ്. ആഹാ, ആണല്ലേ? എന്നാലേ ഇനി മോൻ പി ജി ചെയ്യാൻ പോകുന്ന ഇവിടെ. എന്ത്? അത് നടക്കില്ല. നടക്കും. മോൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങ് പഠിച്ചാൽ മതി. ചാച്ച എന്നീ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ആ, എനിക്ക് പക്ഷേ അവിടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്. എന്നെ കൊണ്ടൊന്നും കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയിപ്പിക്കരുത്. ഞങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ നിൽക്കണേ. ചാച്ച ഇവിടെ നിന്ന് ശരിയാവുന്നില്ല. ആ, ശരിയാവില്ല. ഇവിടെ തുണിയില്ലാത്ത പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഈ അമ്മച്ചിത കുറുട്ട നീയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. നിനക്കുള്ള കുഴി തോന്നിക്കോട്ടോ. ഓ പിന്നെന്താ? 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മോള് വരും. അവളുടെ കൂടെ നീ അങ്ങ് ചെന്നണം. അവളുടെ കോളേജിൽ തന്നെ. ചാച്ച പക്ഷേ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ജിനി, ഞാൻ ഇറങ്ങാം. കഴിക്കുന്നില്ലേ? വേണ്ട, സമയമില്ല. അടിപൊളി. നീ പെട്ട് മോനെ, പെട്ട്. കുടം മറുത്തറിയോ? യുജീസ്, നിങ്ങൾക്ക് വേറെ ആരും കിട്ടില്ല. ഈ പൊട്ടനെ മാത്രം കിട്ടാൻ കിട്ടിയല്ലോ. അവൻ്റെ ആ മൂഞ്ചുണ്ട്. ഇത് എൻ്റെ ഭാര്യയുടെ മുന്നേ വെച്ചും അമ്മ മനസ്സിലുണ്ടല്ലോ ഒരു ബത്തരാവ് വന്നിരിക്കുന്നു. ഒന്ന് പോടപ്പെട്ട. അല്ല, അപ്പോൾ അവിടെയുള്ള എൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണ്ടേ?
അതൊക്കെ ചാച്ച നേരത്തെ പാഴ്സലായിട്ട് ഇങ്ങോട്ട് അയപ്പിക്കും. അപ്പോൾ ഒക്കെ വെൽ പ്ലാൻഡാണ്. യുജീസെ, ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരുമായിരുന്നു. ജോപ്പ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അതറിഞ്ഞുകൊണ്ട് ഞാൻ പുറാണങ്ങളിരിക്കുന്നുണ്ടല്ലേ. ഹി ചേറ്റ. പോയി കുളിച്ചേച്ചും വേടാ, ഞാനത് ഫുഡ് എടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ അതല്ലേ വഴിയുള്ളൂ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞാൻ പോയി കുളിച്ചേച്ചും വരാവേ. ആടാ ചെല്ലി. എന്താ ചിരി. ജിമിച്ച, എന്നെ യോജിച്ചേ ഉറക്കം കഴിഞ്ഞോ? ഇല്ലടാ, ഇപ്പോൾ തുടങ്ങിയതുള്ളൂ. ഓ, എന്നത്തെ കാര്യം? അത് അന്നമ്മ വന്നിട്ടുണ്ട്. അവളുടെ വണ്ടിക്ക് ചെറിയൊരു തകരാറ്. അപ്പോൾ അവളൊന്ന് പിക്ക് ചെയ്യാൻ. ഓ, എനിക്കാണെങ്കിൽ ഇപ്പോൾ എഴുന്നേക്കാൻ കഴിയത്തില്ല ഇവിടുന്ന്. ഓ, എന്നാ ഇപ്പോൾ ചെയ്യാം? വെയിറ്റ്, ചോപ്പൻ അവൻ പുറത്തു പോയിരിക്കല്ലേ? അവനോട് വിളിച്ചോടെ ഞാൻ. അത് ശരിയാണ്. ഹലോ, എന്നാടാ? എടാ ചോപ്പൻ, നീ ഇപ്പം എവിടെയാണ്? ഞാൻ ടൗണിൽ. നീ ഒന്ന് അന്നയുടെ കോളേജ് വരച്ചല്ലോ. ഏതന്ന? എടാ യൂജിയുടെ സിസ്റ്റർ അന്ന. അതിന് എനിക്കാകെ പിന്നെ അറിയൊന്നുമില്ല. എടാ നീ കോളേജ് വരെ ചെന്നാൽ മതി, അവളെ അവിടെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ടൊന്നും മേല, എനിക്ക് വായിക്കാം. ജോപ്പാ ഒന്ന് കൂട്ടി വെച്ചും വേടാ, അവളെ വണ്ടിക്ക് കേടായി, അതുകൊണ്ടാ. ഇങ്ങനെയൊന്നും പറയല്ലോ യൂജീസെ, ഞാൻ പോയി പോകും. അല്ല, ഇവളെ ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. ഓ, അവളും കണ്ടിട്ടില്ല. വെയിറ്റ്, അവളോട് ഞാൻ ക്യാൻറ്റീനിൽ വന്ന് നിൽക്കാൻ പറയാം. നീ ജസ്റ്റ് അന്ന സെബാസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ മതി. അവളെ കോളേജിൽ എല്ലാവർക്കും അറിയാം. ഓക്കെ, അവിടെ വന്ന് നിൽക്കാൻ പറയണേ. ശരിടാ. ഓക്കെ, ഇതന്നല്ലേ കോളേജ്? കോളേജൊക്കെ കൊള്ളാം. ഫുള്ള് കിളികളാണല്ലോ. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. എക്സ്ക്യൂസ് മീ, ഈ ക്യാൻറ്റീൻ എവിടെ? ഇവിടുന്ന് നേരെ ചെന്ന് ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു. തന്നെ അവിടെ ചെല്ലണോ? പോയി നോക്കിയേക്കാം. നല്ല മുട്ടൻ വഴക്കാണല്ലോ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റ മോളെ. നിൻ്റെ ദേഹത്തോട്ടാ നീ തല്ലും അല്ലേ? എന്നാൽ പിന്നെ ഒന്ന് കാണണല്ലോ. പൊന്നു മോനെ, അവളെങ്ങാനും തൊടാണ് ഈ ഫെലീനെ തൊട്ടിട്ട് നീ അങ്ങ് നീങ്ങിയാൽ മതി. ഓ, ഇങ്ങനൊരു അവതാരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ. അവളെ പറഞ്ഞപ്പോൾ നിനക്കാണല്ലോ നൊന്ത്. എന്താടാ, ഗ്യാപ്പിൽ വേറെ വലിയുണ്ടോ? പൊന്നാര മോനെ, നിൻ്റെ നാവം അടക്കിക്ക, അതാണ് നിനക്ക് നല്ലത്. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് പോകാം. കാണാം. ഡി, നീ അങ്ങോട്ട് മാറിക്കേ. ഫിലി, മാറിക്ക. അപ്പം എങ്ങനെയാ മോനെ, തുടങ്ങല്ലേ? അതെ, എന്നതവിടെ പ്രശ്നം? അതാ നിൽക്കുന്ന ചേച്ചിയില്ലേ, ആളെങ്ങാണ്ട് അതിലാരോ കയ്യിൽ കയറി പിടിച്ചു. ചേച്ചി നല്ല പൊട്ടിച്ചു. ഏത് ചേച്ചി? ഇത് നിൽക്കുന്ന ബ്ലൂ.
ഫെലിയിടാ, ഇത് കടുവ വരുന്നു. എന്തിവിടെ നടക്കുന്നേ? കോളേജോ അതോ ഇത് ചന്തയോ? ഫെലി, കായ്, 2 ടീംസും എൻ്റെ ക്യാബിലേക്ക് വാ. ഇവള് കൊള്ളാലോ, ഇത്രയും പണി ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ആ പിള്ളേരിട്ടിട്ട് മുങ്ങി. ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം ഒന്ന് മെനഞ്ഞേക്കാം. ഡി മോളാൾ കൊള്ളാലോ, ഇത്ര അവിടെ ഒപ്പിച്ച് വെച്ചിട്ട് ആ ചെക്കന്മാർക്ക് പണി. അതെ, അല്പം ഉൾപ്പുണ്ട? ഇല്ല. എന്തേ? നീ ഏതാ? ഞാനാരെങ്കിലും ആകട്ടെ. ഈ കാണിക്കുന്ന ന്യായക്കുറവല്ലേ മോളെ? പൊന്നുമോനെ, വന്ന കാര്യം നോക്കിയിട്ട് പോകാൻ നോക്ക്. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നോക്കണം. ഓ ആയിക്കോട്ടെ, നിനക്ക് വേണ്ടിയില്ല അവർ എത്ര പ്രശ്നമോ. ഒരുത്തരം തല്ലിന്ന് വെച്ച് വലിയ ഓവർ കാണിക്കാൻ നിൽക്കുക. അറിയാൻ മേലാത്തോണ്ട് വയ്ക്കാം. നിന്നെ അല്ലല്ലോ ഞാൻ കയറി തല്ല്. കൂടുതൽ ഉണ്ടാക്കാൻ വരില്ലേ? നീ ഏത് ചേർക്കാം? നിനക്ക് എന്താ വേണ്ടേ? ഓ, ചോദിച്ചൊക്കെ തരുമോ? എന്നാൽ നീ അങ്ങ് പോരടി. കർത്താവേ, എനിക്കെന്തിൻ്റെ കേടായിരുന്നു. ഇരന്ന വാച്ച് മോനങ്ങളെഴുതു. ഡീ പോയാ? ഇവിടുത്തെ ഇവിടെ മോളെ, നീ ഈ കോളേജിൽ തന്നെയല്ലേ? ഈ ജോ ആരെന്ന് കാണിച്ചു തരാടി. എന്നെയാ നീ തല്ലിയത്. ഇറന്ന് വാങ്ങിച്ച് എൻ്റെ പൊന്നോ. ഫസ്റ്റ് ഇതിപ്പം ഞാൻ മാത്രമുള്ളല്ലോ, വാച്ച്മാൻ അടക്കം പോയി. തെണ്ടി വിളിക്കുന്നുണ്ടല്ലോ. പൊന്നുമോനിൻ്റെ അവിടെ നിന്നിട്ട് എന്ത് കൊണ്ടാ കാണിക്കുക? ഇങ്ങ് കയറിപ്പോര്. അപ്പല്ല അവളൊക്കെ വേറെ വീട്ടിൽ കയറി. ഓ, അപ്പം ഞാൻ എന്നെ പൊട്ടരാ? അതിനിപ്പോൾ നാട്ടുകാരും കൂടി അറിയിക്കണമെന്നില്ല, കയറി പോരെ. ഓ, ഏത് നേരത്താണായിരുന്നു. ഡി അന്നാമ്മേ, എന്നാ അമ്മച്ചി, നീ ഇനി മുതൽ ജോക്കുട്ടിൻ്റെ കൂടെ കോളേജിൽ ചെന്നാൽ മതി. ജോക്കുട്ടന് അതാരാ? എടി, ജിമിൻ്റെ അനിയൻ. ഞാനെന്തിനാ അവൻ്റെ കൂടെ ചെല്ലണേ? അവനും അതേ കോളേജിലാണ്. നീ ഇനി മുതൽ അവൻ്റെ കൂടെ ചെന്നാൽ മതി. അതിൻ്റെ ആവശ്യം എന്താ? എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ ഇതിൽ പൊക്കോളാം. പൊന്നുമോൾ ഇനി വണ്ടി അങ്ങ് ഓടിക്കണ്ട. ആ കൊച്ചനെ ഇനി ഫസ്റ്റ് ആയിട്ട് കണ്ട അവൻ്റെ കൂടെ ചെല്ല്. എനിക്ക് വരത്തില്ല അമ്മച്ചി, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ഇതെന്നെ കഷ്ടമാണേ. നീ ചെല്ല്. ഇത് നേരത്താണോ? പിന്നെ അതേത് മരവള്ളിയാണോ ഭർത്താവേ? ഒന്നാമത്തെ മനുഷ്യനോട് ആകുന്നത് സീനായി കിടക്കും. ഗുഡ് മോർണിംഗ് ജോണിച്ചാ. ആഹാ, ഇതാര്? കാന്താരിയോ? ഇറങ്ങിയോ ചേച്ചാ? ആടാ, എനിക്ക് ടൈമായി, ഞാൻ ഇറങ്ങുവാണേ. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ. ചിനി മമ്മി. ആഹാ, അന്നമോള് ഇതെവിടെയായിരുന്നു 2 ദിവസം? കല്യാണത്തിന് പിറ്റേ ദിവസം പോയതാണല്ലോ നീ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഡ്മിഷൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റോഡ്സിൻ്റെ അടുത്ത് തന്നെ നിന്നു. അവിടെ നമുക്ക് കോളേജിലേക്ക് അടുത്തല്ലേ. കഴിഞ്ഞല്ലോ ഒക്കെ? ഓ, കഴിഞ്ഞു. കാപ്പി കുടിച്ചോടാ നീ? ഓ, കുടിച്ചു. നീ കോളേജിൽ ചെല്ലാൻ ഇറങ്ങുമായിരിക്കല്ലേ? ഞാൻ അവനോട് പറയാൻ വിട്ടുപോയി. മോളൊന്ന് അവൻ്റെ റൂമിലേക്ക് ചെന്ന് പറയാവോ? നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ളതല്ലേ? മമ്മി, ഞാൻ ചെന്നേക്കാം. ഓക്കെ ആണോ? വേണോ? പോട്ട് കയറാം. ഹലോ. ചേച്ചീസേ, ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പം ഇറങ്ങാവേ. ചേച്ചീസാ? യൂജീസാന്ന് വിചാരിച്ചാണ്. ഇതായിരുന്നു കേട്ടോ. എന്നതാ ചേ? ഷൂ ഒക്കെ നീയെന്താ ഇവിടെ? നീക്കെന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? അതാരോടെ? എന്തോന്നറിയോ? അല്ല, ഇവള് ഇവള് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് ഞങ്ങളുടെ അന്ന, ഞങ്ങളുടെ സ്വന്തം അന്നാമ്മ. അല്ലടി അന്നമ്മേ? ഇതെന്നല്ല എടാ ജിമിനെ, ഇവള്. ഓ എടാ മോളെ അന്നമ്മേ, ഇതാട്ടെ ജോപ്പൻ. തൊരപ്പനാ? തൊരപ്പനല്ല,
കറക്റ്റ് ചേരുന്ന പേരാണല്ലോ നീട്ടത്. ജോപ്പൻ, ജോജോ ജോപ്പൻ. ഓ, ഇതാണല്ലേ അവതാരം. എടാ ഇവിടെ കണ്ണൊട്ടിപ്പിനുള്ള ഉണ്ട് കണ്ണി. എൻ്റെ കൊച്ചു അങ്ങനെ ചെയ്യില്ല. എടാ ഇവിടെ എടാ ഞാൻ പോരാം, ഒരു മിനിറ്റ്. ഓ, പൊന്നു മോളാണല്ലോ ഇവിടുത്തെ എൻ്റെ മോളി. അതേടാ തുരപ്പ, നീ എന്നെ തല്ലുന്നു ഞാൻ മറക്കില്ലടി. നീ ആയിരുന്നു മനസ്സില്ല. എന്നോട് ആരുടെ കയറി വന്ന് കൂടുതൽ ഓവർ കാണിക്കാൻ പറ്റുന്നത്. അല്ലാതെ പിന്നെ ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിഞ്ഞു പോകാൻ നോക്കുന്നു. വെറുതെ ഒന്നും പോയതല്ല, രണ്ടെണ്ണം കൊടുത്തിട്ട് ഇറങ്ങിയത്. അത് തന്നെയാണ് പറഞ്ഞത്. നീ ആരെല്ലാവരും കയറി തല്ലാൻ എൻ്റെ കൈ കയറി പിടിച്ച ആരായാലും ഞാൻ തല്ലും. ഓ, നീ തല്ലും? ആ, ഏതവനാണ് തല്ലും. എന്നാ അതൊന്നും കാണണമല്ലോ. വെറുതെ റിസ്ക് എടുക്കണ്ട മോനെ തുരപ്പ. നിൻ്റെ ഈ തുരക്കാനുള്ള ഈ പല്ലുണ്ടല്ലോ അതെങ്ങും കാണത്തില്ല. നിന്നെപ്പോലെ കുറേ ഐറ്റത്തിനെ കണ്ടവനാ ഈ ജോപ്പൻ. എൻ്റെ അടുത്ത് വരണ്ട, വെറുതെ വേണ്ട. നോക്കട്ടെ, നീ തല്ലെന്ന് എനിക്കൊന്ന് കാണണം. കൈയെടുക്ക്. തല്ലടി, കൈയെടുക്കാൻ. കൈ 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 കൈയെടുക്ക. എന്തേ മോനെ, നിനക്കല്ലേ കയറി പിടിക്കണം എന്ന് പറഞ്ഞു. എടാ സോറി, ഇല്ല, ഒന്നുമില്ല. പൊന്നു മോനെ തുരപ്പ, നീ അങ്ങനെ പല പെണ്ണുങ്ങളെ ഈ കണ്ണുകൊണ്ട് കാണും. ആ കണ്ണുകൊണ്ട് ഈ അന്നയുടെ അടുത്തേക്ക് വേണം. ഇത് വേറെ വളഞ്ഞെത്താം, ഇങ്ങനെ കേൾക്കത്തില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ വേണ്ട. ഇതിവിടെ നിർത്തിക്കോ, അതാ നല്ലത്. നീ പലരെയും കണ്ടിട്ടുണ്ടാവും, പക്ഷെ കാണേണ്ടത് ഇതൊന്നും കണ്ടിട്ടില്ലാന്നേ. അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. നമുക്ക് വഴിയെ മാറ്റാം. അപ്പോൾ എങ്ങനെ? എന്നാൽ പിന്നെ പോയി വേറെ റെഡിയായിട്ട് വാ, നമുക്ക് കോളേജിൽ പോണ്ടേ? പോട്ടെ തോരപ്പ. ആ എന്നാടാ ഒരുമാതിരി എന്തോ പോയ പോലെ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആണല്ലേ? ശരിയപ്പോൾ തുറപ്പ വേഗം വാട്ടോ. ആഹാ, ഇവള് കൊള്ളാലോ. വന്ന് പടി നിനക്കൊരു പേര് കിട്ടി, തോരപ്പൻ. കറക്റ്റ് നിൻ്റെ മൂഞ്ചിക്ക് ചേർന്നു. തുറക്കുന്നിട്ട് ആ പിന്നെ നീ ഞങ്ങളോട് കളിക്കുന്ന പോലെ അവളോട് കളിക്കാന്നെങ്കിലേ. എന്താ അവൾ കൊമ്പുണ്ട്? ഇല്ല, അവൾ കൈയുണ്ട്. അവള് ബ്ലാക്ക് ബെൽറ്റാണ്, ഒന്ന് സൂക്ഷിച്ചു. എന്നാൽ പിന്നെ ഇത് ആദ്യമേ പറഞ്ഞ് തുറച്ചുവിടണം മോനെ. എന്ത് പറ്റിയിടാം? ഒന്നുമില്ല, നിനക്ക് കറക്റ്റ് ടൈമിങ്ങാന്ന് പറഞ്ഞതാ. താങ്ക്സ്. അതാണ്, ഏത് നേരത്താണോ എന്തോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഒന്നോമേ, ഈ ജോപ്പനാരാന്ന് നീ കണ്ടോ? ജിനി മമ്മി, ഞങ്ങൾ ഇറങ്ങുക. ആ മോളെ ചെല്ലേ. ഡാ കൊച്ചിന് മര്യാദക്ക് കൊണ്ടാക്കണം. ഓ, എന്നാ തുരപ്പ മുഖത്തൊരു വാട്ടം. നിൻ്റെ മറ്റവൻ ചത്തുടി. അതാണോ? സാരില്ല. എന്നാൽ പിന്നെ പോവാം. ഒന്ന് കയറിയിരിക്കാവോ? ഓ, പിന്നെന്താ.
ആളായി തുടങ്ങിയിട്ട് ആ കൂടെ കിട്ടുന്ന 2 വർഷം അത് ഫുള്ള് വഴക്കുണ്ടാക്കി തീർക്കാനാണെങ്കിൽ മക്കൾ ഇവിടെ നിർത്തിക്കോ. അല്ല പിന്നെ അവിടെ നീയൊക്കെ കോളേജിൽ വരുന്നതേ തല്ലുണ്ടാക്കാനാണോ? ഞാനൊന്നല്ല ഇവളോ. ഓ പറയുന്ന ആൾ പുണ്യാളൻ. ഞാനൊന്നല്ല, ഫീല് നിനക്ക് അറിയുന്നല്ലേ. ഓ പിന്നെ നീ പിന്നെ എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇവിടെ നിർത്തുവാണെങ്കിൽ നിർത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഓക്കെ. അവനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. പിന്നെ നീ തന്നെയല്ലേ ചൊറിഞ്ഞോട് കയറി വരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ തലയ്ക്ക് ഞാൻ പറഞ്ഞു 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. റോസു നീയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫെലിയുടെ കൂടെയാ. ഓക്കെ ഫൈൻ, ഞാൻ കോംപ്രമൈസിന് തയ്യാറാണ്. നീ ഓടി. ഓക്കെ, എനിക്ക് കൈ കൊടുക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ കൊടുക്കാൻ. ഓക്കെ ഇനഫ്. ഫ്രണ്ട്സ്, അതിനൊരു പഞ്ചില്ല. ചിരിച്ചുകൊണ്ട് പറ. ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ കഴിഞ്ഞല്ല. എൻ്റെ പൊന്നോ, ഞാനങ്ങ് ഉറങ്ങിച്ചാവുമായിരുന്നു. അയാൾ എന്തൊക്കെയാണ് പറയണേ? ഇതൊക്കെയാണല്ലേ ഈ ക്ലാസ്സിൽ കയറിയാലുള്ള പ്രശ്നം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ല ജോപ്പ ക്ലാസ്സിൽ കയറണ്ടെന്ന്. എനിക്കറിയാൻ മേല ഇമ്മാതിരി 8ൻ്റെ പണിയുണ്ടെന്ന്. എൻ്റെ അമ്മോ, അയാൾ എന്നോട് വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ ജബയായിരുന്നു. എനിക്കതറിയാൻ മേല. ഫെയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വയ്യ. അവൻ കിടന്ന് ഉറങ്ങുക. ഇതന്നായിരുന്നു റോസുവിൻ്റെ അവസ്ഥ. അതെന്നോട് വന്ന് ചോദിക്കുക എന്താ ഇപ്പോൾ അയാൾ പറഞ്ഞത്. ഞാനാണെങ്കിൽ മാനം തൂക്കി ഉറങ്ങുക. എൻ്റെ പൊന്നോ, എനിക്ക് ആലോചിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ പാസ്സാവൂടാ. അതൊക്കെ ആവും നമുക്കില്ലേ തുണ്ട്. ഓവ നീയൊക്കെ അത് വെച്ച് ചോദിക്കും ഞാനൊക്കെ എന്ത് കാണിക്കുന്നു. അതിനും വേണം ഒരു ധൈര്യം. അന്ന തരപ്പ അലക്സ് ചായോ? ഇതെന്നാ ഇവിടെ? ഞാൻ ഈ വഴിക്ക് പോകുന്ന വഴിക്ക് തൻ്റെ കോളേജ് വിടാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറിയതാണ്. ഓ ആണോ? എന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ബുക്കൊന്ന് തരാൻ വേണ്ടി. അയ്യോ, ഇതെന്നാത്തിന് ഇവിടെ കൊണ്ടുവന്നത്? ഞാനങ്ങ് വാങ്ങിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ജിംസിൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു. വെറുതെ റിസ്ക് എടുക്കണമായിരുന്നു. ഇല്ല, എനിക്കിവിടെ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതാ. ആണോ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ചായ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താനെന്തായാലും വീട്ടിലേക്ക് ചെല്ലാൻ നിൽക്കുമല്ലേ? ഞാൻ വേണമെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് വീട്ടിലേക്കാക്കാം. കുഴപ്പമില്ല, എൻ്റെ കൂടെ ജോ ഉണ്ട്. ജോ നമ്മുടെ ജിമിച്ചൻ്റെ തന്നെ. ഓ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കാണാൻ പറ്റിയില്ല. ഹായ്, ഐ എം അലക്സ്. ജോ ജേക്കബ്. ഓക്കെ, എന്തായാലും എന്നാൽ പിന്നെ ഞാനങ്ങ് ചെല്ലാം. അപ്പോൾ ശരി എന്നാ, ബൈ. ഓക്കെ ചായ, ബൈ. എന്താ മോളെ, ഇന്നേ വരെ കാണാത്ത പുതിയ മുഖങ്ങളൊക്കെ താങ്കളിൽ ഞാൻ കാണുന്നു, പുതിയ രസങ്ങളൊക്കെ. അതെങ്ങനെയാ? ആരാമളി ഈ ചായ? അതൊരു കുഞ്ഞു സ്റ്റോറിയാ അങ്ങനെയല്ലടാ. അത് ഞങ്ങൾ ഈ റീഡേഴ്സിൻ്റെ ഇടയിലുള്ളതാണ്. വല്ലപ്പോഴും പുസ്തകമൊക്കെ തുറക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ്. നീ കാര്യം പറവളെ. അതെന്നാന്ന് വെച്ചാൽ ജിമിസിന് എനിക്ക് കുറച്ച് ബുക്ക് തരുമായിരുന്നു വായിക്കാൻ എപ്പോഴും. ഞാനിത് എൻ്റെ വിചാരം ആളുടെ നിന്നാണ്. അങ്ങനെ ഒരു വട്ടം നിൽക്കുമ്പോൾ എനിക്ക് ഒരു വട്ടം ഞാൻ കോളേജിൽ നിന്ന് തലയിറങ്ങി പോകും. എന്തോ അന്ന് ഫുഡ് കഴിക്കുക അങ്ങനെ എന്തോ ചെയ്തില്ല. അപ്പം നേരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ നോക്കുമ്പോണ്ട് ഞാനൊരു സ്റ്റോറി വായിച്ചിട്ടൊക്കെയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കിട്ടാണ്ട് അവൾക്ക് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് ജിമിസിനാണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതാക്കാന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം ടെൻഷനായി. നോക്കുമ്പോൾ ഡിറ്റെയിൽസാണ് ഞാനവിടെ ഹോസ്പിറ്റലിൽ കണ്ടു ഒരു ടേബിൾ. അപ്പോഴാണ് അറിഞ്ഞ അലക്സിസ് ചായൻ്റെ ജിമിസിന് ഈ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ ബുക്ക് വായിക്കൽ ഇതായി കണ്ടു സംസാരിച്ച് അങ്ങനെ വെച്ചായി. ആക്ച്വലി നമ്മുടെ ജിനു മമ്മിയുടെ സ്റ്റുഡൻ്റായിരുന്നു ജിമിസിൻ്റെ കൂടെ തന്നെ. ഓഹോ, എങ്ങനെ ഒരു ബന്ധം.
യാ എന്താ മോളെ ഒരു ചെറിയ ഇളക്കൊക്കെ? പിന്നെ എങ്ങനെ ഇളകാണ്ടിരിക്കും? അടറായിട്ടല്ലേ? ഇമാതിരി പെർഫെക്റ്റ് സാധനത്തിന് വേറെ എവിടെയെങ്കിലും കിട്ടും. നല്ലൊരു അച്ചായം തന്നെയാണ്. ഊവ വന്ന് നമുക്ക് സ്റ്റാൻഡ് വിടാം. അല്ല അവരത് ഫിലിയും റോസും രണ്ടും പോയി. ഇനി നമ്മളേ ഉള്ളൂ. എന്നവാ ആഹാ, എൻ്റെ ഭവതി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. ഒരു കൈ സഹായമായേക്കാം. എൻ്റെ ജിമ്മിച്ച നിങ്ങൾ എന്നെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഞാനല്ലാതെ പിന്നെ വേറെ ആരടി ഇത്ര തരത്തിൽ വന്നതിൻ്റെ? കെട്ടിയോളെങ്കിലും കെട്ടിപ്പിടിക്കും. ഉവ്വ എന്താണാവോ കെട്ടിയോൻ്റെ ആഗമനത്തിനുള്ള ഉദ്ദേശം? ഒന്നുമില്ല, എൻ്റെ ഭവതി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കുന്നുണ്ടപ്പോഴേ സഹിച്ചില്ല. അപ്പോൾ ഒന്ന് കാണാൻ വന്നതാണ്. ഉവ്വ അമ്മച്ചി എന്തേടി? ജീനു മമ്മി അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നിരിക്കാം. ആഹാ, അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ആണെങ്കിൽ സഹായിക്കാം. അതിനിങ്ങനെ പറ്റിച്ചേർന്ന് നിന്ന് സഹായിക്കാനേ ഇത് നീങ്ങത്തില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പണിയെടുക്കാന്നേ. ഇത് ജനിച്ച ഇപ്പം മമ്മി കയറിയവരെ മാറിക്ക്. അതൊന്നും നടക്കില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കൂടി നിന്നോട്ടേന്നേ. എന്നത് ജനിച്ച എന്നതാടി ദിവസം കൂടുന്നോറും ഇങ്ങനെ സൗന്ദര്യം വെച്ച് പോകല്ലേ? എൻ്റെ കൺട്രോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ യുജീസേ കിടന്ന് കൊഞ്ചല്ലേ മോനെ? എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ആരടുത്ത് പോയി കൊഞ്ചും? അവിടെ നോക്കിടി. വേണ്ട, വേണം. അയ്യേ, ഞാനൊന്നും കണ്ടില്ലേ അമ്മേ? ഞാൻ കുറച്ചൊക്കെ. ജിമിച്ച അടുത്ത കലാപരിപാടികൾ കഴിഞ്ഞ് വെള്ളം ഇങ്ങോട്ടെടുത്തേ. അവൻ്റെ ഒടുക്കത്തൊരു കാളവണ്ടി ഉന്തി തള്ളി ഞാൻ മടുത്തു. മര്യാദയ്ക്ക് എന്നോട് അലസിച്ചാൽ നീ വരുന്നു, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞതാ. ഓ, നമ്മനെ കയറി പോകായിരുന്നില്ലേ? നിൻ്റെ ഈ പോയിട്ട് മൊത്തം കണ്ടോണ്ടല്ലേ? ഏത് നേരത്താണാവും. എനിക്ക് വയ്യ, എൻ്റെ നടു അങ്ങ് ഒടിഞ്ഞു. എന്താണ് രണ്ടുപേരുമായി ക്ഷീണിച്ച് വഷളായിക്കൊണ്ടല്ലോ. ഇവൻ്റെ ഒരു വണ്ടി തള്ളിയതാണ് ജിമിച്ച. ഇവൻ ആ ജംഗ്ഷൻ മുതൽ ഇവിടെ വരെ അവൻ്റെ ആ പേട്ട് വണ്ടി എന്നെ കൊണ്ട് തള്ളിപ്പിച്ച് ജിമിച്ച. നീ എന്നാ സാധനം ഇടാ അതൊക്കെ എൻ്റെ കൊച്ചിനെ കൊണ്ട്. ആഹാ, അവൾ മാത്രമൊന്നുമല്ല, അവരും ചെയ്തു കാണും. ഓ, നീ പിന്നെ അവൻ്റെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ. നിനക്ക് നിൻ്റെ ജിമ്മിച്ചനല്ലേ? നീ ഒറ്റരുത്തി അവനെ ചെയ്തേക്കണേ. നിങ്ങൾ ഒറ്റരുത്തനാ അവളെ ചെയ്തേക്കണേ. ആ, ഇനി രണ്ടും തുടങ്ങാൻ നിൽക്കണ്ട പൊന്നോ. ദേ പോയി കുളിച്ചാൽ രണ്ടും. ഡി ചെല്ല്. അതന്നെ പോയി കുളിക്കൻ്റെ ചോപ്പ. നാറ്റടിച്ചേച്ചും മേലെ ഈ വെള്ളം ശുദ്ധിയാവട്ടെ. ഈ കൂപ്പ് നീനെ നനച്ചല്ലേ? പോയി കുളിയടാ ശവമേ, നാറിയേച്ചും മേല ആണല്ലേ? മോളും എന്താ കുളിച്ചിട്ട് പോയാൽ മതി. ചോപ്പ കളിക്കരുത്. ഞാൻ കളി തുടങ്ങി. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കടാ തുരപ്പൻ ചോപ്പ. തുരപ്പനല്ലേ? തുരപ്പൻ ആരാ നിനക്ക് കാണിച്ചാലടി? നോക്ക് ജമിച്ച എങ്ങനെ നടന്നുകൊണ്ടിരുന്ന രണ്ടെണ്ണങ്ങൾ. ഈ പെണ്ണെ മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങനെ എത്തിക്കണം. 2 ദിവസം, അതിനപ്പുറം നിൽക്കണ്ട. ഓ ഓക്കെ. അങ്ങനെ ഒരു ശല്യം പോകാൻ പോവുകയാണ്. ഇനി ഞാനൊന്ന് അറുമാതിക്കും മോളെ. പിന്നെ നീ ഇവിടെ എന്ത് കാണിക്കാനാ? നീ പൊടി പോ ജോക്കൂട്ടാ, ഇവിടെ ഒന്ന് ബസ് കയറ്റി വെച്ച് വന്നേടാ. ഓക്കെ ശരി മമ്മി, പോയിച്ചും വരാം. ചേച്ചി ജിമിച്ചാ നീ വന്നേ. പിന്നല്ല 2 ദിവസം, അതിനപ്പുറം ഞാൻ നിൽക്കട്ടെ. ഞാൻ നീ പോരത്തില്ലേ? ജിനി മമ്മി ടാറ്റ. ആടാ ബൈ. ഡി കോപ്പേ എത്തിയിട്ട് വിളിക്കട്ടോ. ശരി ജോപ്പ, ബൈ. നീ ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ പോന്നു? ആ ചേച്ചീസ് ഒരു സുഖമില്ല. ഞാനിങ്ങ് കട്ടടിച്ചു. അവൾ വിളിച്ചായിരുന്നു.
ആ അവളവിടെ പെട്ടു മോനെ. എന്നാ അവിടെ എന്തോ സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. അപ്പം മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും. ഒരാഴ്ചയോ? ആ എന്തേ പറയാൻ മിസ്സായി തുടങ്ങിയോ? എനിക്കിനടിച്ച് കുളിക്കാമല്ലോ. ഞാനൊന്ന് കുളിച്ചേച്ച് വരാം, നല്ല ക്ഷീണം. ചെല്ല്. എന്താ മോനെ ജോപ്പ ഇരുട്ടത്ത് കിനാവേണോ? അവളില്ലാണ്ടൊരു സുഖമില്ല അല്ലേ? സത്യം നല്ല ബോറിംഗ് ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. നിൻ്റെ വായെന്ന് തന്നെ സത്യം വന്നു. ശരിക്കും ചേച്ചീസേ, അതിനോട് തല്ലുടണ്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒച്ചയും ബഹളം ഇല്ലാണ്ട് ഇവിടെ ആകെ മാത്രം തല്ലൊക്കെ കൂടുകയാണെങ്കിലേ എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. സത്യം. ചോപ്പാ എന്നാ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ് മോളെ വളച്ചു കെട്ടി? കാര്യം പറയടോ. നിനക്ക് അന്നാമ്മേനെ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമില്ലാതെ? അതല്ലടാ കോപ്പ ചേച്ചീസേ, അതല്ലടാ. ഐ മീൻ വേറെ ഏതെങ്കിലും രീതിയിൽ. അതെന്ത് ചേച്ചീസ് അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് എന്തോ അങ്ങനെ തോന്നി. നിങ്ങൾ നല്ല മാച്ചല്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേച്ചീസേ. നീ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് എനിക്കങ്ങനെ തോന്നുന്നു. അതാ മേ ബി അവളും കൂടി ഉണ്ടായിരുന്ന ഇവിടെ തന്നെയാണ് അടിപൊളിയായിരിക്കില്ലേ? ഞാൻ ആവശ്യമില്ലാണ്ടിങ്ങനെ ചിന്തിച്ചോട്ടെ. നീ അത് വിട്. വന്നേ ഫുഡ് കഴിക്കാം. ചേച്ചിയല്ലേ, ഞാൻ വരാം. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? എനിക്കാണെങ്കിൽ ആ കോപ്പിനെ വല്ലാണ്ട് മിസ്സും ചെയ്യുന്നുണ്ടല്ലോ ഭർത്താവേ. ഹലോ, എന്താണ് ഹോബി പരിപാടി? ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. നീ എന്നാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവൾ വിളിച്ചായിരുന്നില്ലേ? അവളവിടെ പെട്ട് കിടക്കുകയാണ്. പറഞ്ഞായിരുന്നു. ഞാനേ കുറച്ച് നോട്ട്സ് അവളുടെ റൂമിലുണ്ട്, അത് പോയി ഒന്ന് എടുത്തേച്ച് വരാം. ആടാ നീ ചെല്ല. ഇവിടെ അവളുടെ സ്മെല്ലാണല്ലോ കർത്താവേ. എടുക്കോപ്പേ, എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യാം. 100 ആയുസ്. എന്നാടി? എടക്കോപ്പാ, എനിക്കിവിടെ മടുത്തുടാ. നമ്മുടെ വീടും ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് ചാടട്ടെ? നടക്കാഞ്ഞിട്ടല്ലേ മോളെ? ഭ്രാന്ത്. ഏത് നേരത്താണോ? 2 ദിവസം കൂടിയല്ലോ, വെയിറ്റ് ചെയ്യാം. നീ കഴിച്ചോടാ? കഴിച്ചു. നീയോ? പിന്നല്ല, അവിടെ ഫാമിലീസും കുറേ പേരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ടൈം പോകുന്നുണ്ട്. പിന്നെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. നിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ? പോടാ, എന്നാൽ ഞാൻ വയ്ക്കാം. ശരിടാ. പിന്നെ കോപ്പാ എന്നാടി? ഐ മിസ് യുടാ. എന്ത് പറ്റി മോളെ? അറിയില്ലട കോപ്പ, നിന്നോട് വഴക്കുണ്ടാക്കണ്ട എനിക്കൊരു സുഖമില്ല. നല്ലതാ, മനുഷ്യരുടെ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? നിനക്ക് ഞാനില്ലാതെ തന്നെ സമാധാനം ഉണ്ടാവും അല്ലേ? പിന്നല്ല, ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കല്ലേ. നിനക്കെന്നെ മിസ് ചെയ്തില്ല? പിന്നെ അപ്പോഴേക്ക് നീ ആരാ? വെച്ചിട്ട് പോടാ കോപ്പ, ഞാൻ പോവാം. തോരപ്പൻ. ബൈ, ഗുഡ് നൈറ്റ്. പോട പട്ടി. മിസ് ചെയ്തോന്നു ഭ്രാന്തായി കിടക്കുക മനുഷ്യനോട്. നീ ഈ ജോപ്പനെയും കൊണ്ടേ പോകും അല്ലടി? എന്നു മുതലേ കോപ്പേ നീ എൻ്റെ മനസ്സിലോട്ട് കയറിയത്? ഇപ്പം എനിക്ക് മനസ്സിലായി, അന്നാമ്മയില്ലാതെ ജോക്കപ്പൻ കംപ്ലീറ്റ് ആവില്ല. Now I understand what kind of feeling it is. You are my feeling. I like this. I love it and I want it. തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തേടിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ
കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാരെന്തേ നീ നിൽപ്പൂന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി. ചേച്ചി ഇതെന്നതാ പരിപാടി? കഞ്ഞി ഉണ്ടാക്കണോ? എന്നെ പറ്റി? എടാ അന്ന വന്നിട്ടുണ്ട്, അവൾക്ക് ചെറിയൊരു പനി. അവിടെ വന്നോ? എന്നിട്ട് പനിയോ? അതിനെ പറ്റി കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഞാനൊന്ന് പോയി കണ്ടേച്ച് വരാം. എടാ പേടിക്കാനൊന്നുമില്ല, ഇല്ല ഞാൻ കണ്ടേച്ച് വരാം. ഓബി മമ്മി ആടാ, അവള് മേളിലുണ്ട്. ഞാനൊന്ന് കണ്ടേച്ച് വരാവേ. ചെല്ലുമോനെ. അന്നാമോ ഡി ജപ്പാ, ഇതെന്നെ പറ്റി വേണേ? ഒന്നുമില്ലടാ, അവിടെ നല്ല തണുപ്പൊക്കെ ആയിരുന്നേ. അപ്പോൾ ചെറിയൊരു കോൾഡ് പിടിച്ചു. പിന്നെ ആ യാത്രാക്ഷീണമൊക്കെ ആയപ്പോൾ വയ്യാണ്ടായി. എൻ്റെ കണ്ണൊക്കെ എന്നെ ആകെ വല്ലാണ്ടിരിക്കണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, ചെറിയൊരു പനി, അത് അങ്ങ് മാറിക്കോളും. നീ ഇങ്ങനെ പേടിക്കാതെ. ഇതൊക്കെ എന്ത് അന്നമ്മയ്ക്ക്, ഇതൊക്കെ പുല്ലല്ലേ പുല്ല്. മതി, നീ അധികം സംസാരിക്കണ്ട, കിടന്നേ. ഓ എനിക്ക് നല്ല ക്ഷീണം. നീ കിടന്നു, ഞാനിവിടെ തന്നെ ഉണ്ട്. ശരി. അയ്യോ അവൾ കിടന്നോടാ? ഇതിപ്പോൾ കിടന്നോളൂ. അവൾ എണീച്ച് കളിപ്പിച്ച ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ മമ്മി ഇതെങ്ങനെ തന്നെ ഞാൻ കൊടുത്തുതരാം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തുതരാം. അന്നാമ്മ, അന്ന എടേ അന്നാമ്മേ, എണീച്ചേ, ഇതൊന്നും കുടിച്ചിട്ട് കിടക്കാം. എടാ എനിക്ക് വേണ്ട ചോപ്പാ, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് കഴിച്ചിട്ട് എടുത്തോ ചോപ്പാ, കുറച്ചിടാ, പനി വേഗം മാറണ്ടേ. തായോ? ഒന്നും വേണ്ട, ഞാൻ തരാം. ആടി മതി പ്ലീസ് കുറച്ചുകൂടി മതി ചോപ്പാ പ്ലീസ്. ഓക്കെ, ഈ മെഡിസിൻ കൂടി കഴിച്ച് ഇനി കിടന്നു. നീ എന്നാ ചെന്നോ? വേണ്ട, പൊന്നുമോളെ ഇറങ്ങിയിട്ടേ പോണുള്ളൂ. എത്ര നാളായിട്ട് നിന്നെ ഇങ്ങനെ അടുത്തൊന്ന് കണ്ടിട്ട്. ജോപ്പ ഒന്ന് ചാടിത്തുള്ളി ലൈബ്രറിക്ക് ചെല്ലുന്നുണ്ടായിരുന്നല്ലോ. വൃത്തിയാണ് കുശുമ്പ്, അല്ലാണ്ട് എന്താ. അപ്പം ഇന്നത്തേക്കുള്ളതായി, അതിനൊന്നും പതിപ്പിക്കണം. നീയും കൂടി വാടാ എൻ്റെ പൊന്നു. ഞാനും കൂടി വേണം മോനെ. നല്ല മോനല്ലേ പപ്സ് വാങ്ങിച്ചരാ? ശരിക്കും ആനേ, എന്നാ വാ ഒരു കൈ നോക്കാം. ആരിത്? അന്നാമയോ? എന്താ മോളെ ഒറ്റയ്ക്കൊക്കെ? കൂടെ വാ അല്ലേ? അയ്യോ നീ അറിഞ്ഞില്ല? ഞാൻ ആ വാരങ്ങ് മുറിച്ചളഞ്ഞു. എന്തേ? ഒറ്റപ്പിന് മാറിക്കങ്ങോട്ട്. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? ചേട്ടൻ ചോദിക്കട്ടെ? മാറിക്കായി, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വലിയ പണിയൊന്നും വേണ്ടെന്നേ. പൊന്നുമോളെ അങ്ങ് ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, വെറുതെ വിടുന്നു നീ തോന്നുന്നുണ്ട്. അവന്മാരുള്ളതിൻ്റെ ധൈര്യത്തിലായിരിക്കില്ലേ? അതിനും മാത്രം എന്താ? നീയല്ലേ എന്തേലും കൊടുത്ത് കാണും കേട്ടോ. എന്തേ ചിലക്കേണ്ട അവിടെ നിന്നോ, അത് നല്ലത്. മാറിക്കിട്ടോ. അവന്മാരുള്ള ധൈര്യത്തിലല്ലേ നീ ഇത്ര നാൾ കിടന്ന് തിളച്ചത്. ഇപ്പം നീ എന്ത് ചെയ്യുന്നു കാണണം. നീയൊന്നും അവളൊരു പുണ്ണാക്കും ചെയ്യില്ല. വന്നല്ലോ. ഞാൻ ചോദിക്കുമായിരുന്നേ മക്കൾ എന്ത് ചെയ്യുന്നു. അല്ല നീ എങ്ങനെ മണുത്തറഞ്ഞ് ഇങ്ങോട്ട് എത്തിയതോ? അതിനും മാത്രം എന്താണ് ഇവിടെ തരുന്നത്? ഞങ്ങളോടും കൂടി പറയടാ, ഞങ്ങൾക്ക് കൂടി എന്നറിയാലോ. പറഞ്ഞു തരടാ.
കായേ ഇനിയെങ്ങാനും നിൻ്റെ നിഴലവളുടെ ദേഹത്ത് വീണ ഈ ജോയ് ആരാന്ന് നീ അറിയും. പിന്നെ ഒന്നും നീ കേട്ടോ, അവൾ ഈ ജോൻ്റെ പെണ്ണ. ഇനി നിൻ്റെ ഒരു നിഴൽ പോലെ അവളുടെ ദേഹത്ത് വീണത്. പിന്നെ ഈ കോളേജിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കില്ല. നീ എന്താ ജോപ്പ അവനോട് പറഞ്ഞേ? ആ, അത് കുറച്ച് പച്ച മലയാളം പറഞ്ഞു കൊടുത്തേ. അല്ല പൊന്നുമോളെ, നീയല്ലേ വലിയ ബ്ലാക്ക് ബെൽറ്റൊക്കെ. ഞാനാ? ആരാടാ നിന്നോട് ഈ നട്ടാ കുറുക്കാത്ത നോണയൊക്കെ പറഞ്ഞത്? ആ കുട്ടെടുക്ക. അത് കൊള്ളാം, ജിമ്മിച്ചനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അപ്പം നീ അന്നല്ലോ ഒക്കിട്ടത് അതന്നെ ചാച്ചി പഠിപ്പിച്ചെന്നല്ലേ. അപ്പോൾ ഒന്നും അറിയത്തില്ല അല്ലേ? നീ ഉണ്ടല്ലോ. ഓവ് ചോപ്പ, നിങ്ങളെവിടെ? ഞങ്ങളിതേ ക്യാൻറ്റീനിലുണ്ട്. ആ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് വന്നേക്കാം. അതല്ലടാ, അലക്സ് ചായൻ എന്നെ ഒന്ന് കാണണം, എന്തോ സംസാരിക്കാനുണ്ട്. എനിക്കാണെങ്കിലേ എന്താണെന്നറിയില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഇത്രനാൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ആളെന്തോ ആളുടെ ടോക്ക് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ ഇപ്പോൾ അവിടെ ഇരിക്കും. അവനും ഉണ്ടല്ലോ അല്ലേ? ആ, നീ ജസ്റ്റ് ഒരു അല്ല വേണ്ട, ഞാനങ്ങോട്ട് വരാം. എന്തൊക്കെയാണ് നീ പറയണേ? ഞാനങ്ങോട്ട് വരാം. ആ ഓക്കെ. അവളാ? ആ, എന്തൊക്കെയോ വിജംബയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരാം. ആ, റോസ് നേരത്തെ ഇറങ്ങിയല്ലേ? കോപ്പ അങ്ങോട്ട് നോക്കിയേ, അവർ നന്നാമ തന്നെ അല്ലേ? അന്നാമോ, ഇത് നീ തന്നെയല്ലേ? ഡാ കോപ്പ, എന്നെ ഒന്നും ഉള്ളിയടാ. എന്തപ്പോൾ ഇവിടെ നടക്കണേ? എങ്ങനെയുണ്ട്? സീനായിട്ടുണ്ട് ശരിക്കും. ആന്നേ, ഞാൻ പിന്നെ ഈയിടെയായിട്ട് കള്ളത്തിന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പോടാ എടി, സീനായിട്ടുണ്ട് കേട്ടാ ശരിക്കും. ആ കൊള്ളാം അല്ലടാ കോപ്പ. പിന്നെ ആ, എൻ്റെ ഫെലിസിച്ച എന്നത്ര വന്നേ? ആ, അത് എടാ, ആളെന്നെ കയറി പ്രപ്പോസ് ചെയ്തു. എന്ത്? നിന്നെ? അങ്ങേരി? ആ, ആൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ഇന്നെ കയറി ആരും പ്രപ്പോസ് ചെയ്യും? സീരിയസ് ആയിട്ട് പറയുമ്പോൾ സീരിയസാ? ഇവിടെ സീരിയസ്ലി ശരിക്കും അയാൾക്കെന്ത് പറ്റി? ഊതൊക്കെ അടിച്ചു പോയാ? ഇത് ഫെലി. ഓക്കെ, നീ പറ, മാറ്റർ പറ. അത് ആള് മനസ്സിൽ വരും പ്രപ്പോസ് ചെയ്തു. അപ്പോൾ എൻ്റെ റിപ്ലൈ ചോദിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനെന്നാ പറയാനാ, ഞാൻ ചാച്ചനോട് അമ്മച്ചോട് സംസാരിക്കാൻ പറഞ്ഞു. ആ ഫസ്റ്റ് എടി ഇങ്ങനെ കാര്യം വിട്ടളയോ? നല്ല ഒന്നൊന്നര ഡോക്ടർ പോരാഞ്ഞിട്ട് പൂത്ത കാശ്. ആ, കാശിലാണല്ലോ മനുഷ്യരിക്കുന്നത്. അല്ല അങ്ങനെയല്ല, എന്നാലും കാണാനൊരു വെടിപ്പൊക്കെ ഉണ്ട്. ഈ ഓക്കെ പറ. ഞാൻ എന്തോ എനിക്കപ്പം അങ്ങനെ പറയാനുണ്ട് ചാച്ചനോട് അമ്മച്ചോട്. ഈ പറ അല്ലടാ പാപ്പ, അതിനാ നല്ലത്. ആ അല്ലടി, നിനക്ക് ചെറുതായിട്ടൊരു ക്രഷൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ആര് പറഞ്ഞു? പിന്നെ എൻ്റെ ചാട്ടം കണ്ടാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പൊട്ടന്മാരാണല്ലോ. അപ്പം പിന്നെ കിട്ടിയ അവസരം പാഴാക്കണം മോളെ. എന്തായാലും ചാച്ചനും അമ്മച്ചിയും പറയുന്ന ആളെ ഞാൻ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ പറയാം. ഓ, വലിയ വെയിറ്റ് ഇടുക. അതേ മോളെ, കയ്യിൽ വന്ന ഭാഗ്യങ്ങളായിട്ടാ. ആ, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ എന്തൊന്നും പറയാത്ത കോപ്പാ, എൻ്റെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാനെന്ത് പറയാനാ? നിനക്കിഷ്ടം ചെയ്താൽ മതി. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആ ശരിയാ, ബാ പോവാം. ഹോബിയെ അന്നൊക്കെ ചോക്കിയല്ലേടാ?
അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അവൾ പറയണ ചാച്ചനും അമ്മച്ചിയുടെ ഇഷ്ടപ്രകാരമൊക്കെ ചെയ്താൽ മതി. പിന്നെ ഞങ്ങളായിട്ടൊന്നും. അലക്സ് അവൻ ഓക്കെയാണ്, കൊച്ചു നല്ലതാണ്. പിന്നെ അവർക്ക് പരസ്പരം നന്നായിട്ട് അറിയുന്നുമില്ലേ, അപ്പം പിന്നെ വേണ്ടാന്ന് വെച്ചില്ല. പിന്നെ സെബിസിന് അവരുടെ ഫാമിലിയൊക്കെ നന്നായിട്ട് അറിയാമെന്ന്, പേരേട്ട തറവാടൊക്കെ അല്ലേ, പിന്നെ അങ്ങ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളൊക്കെയാണ്, അവർ നല്ല മാച്ചൊക്കെയാണ്. അതെന്തായാലും നന്നായി. കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരം നടത്തിയാൽ മതി, അവളെ വിഷമിപ്പിക്കണ്ട. ശരിയാ. അവനെന്തേ ജോ? അവനിപ്പോൾ ആ റൂമിൽ തന്നെയാണ്, എന്താണാവോ. സെബിച്ചാനാണെങ്കിൽ ഒക്കെ ജോക്കുട്ടനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക. അവനെന്തായാലും ഉണ്ടാവും, അവൻ്റെ ബാക്കിയെല്ലാം അങ്ങോട്ട് പോകാൻ പോണേ, അപ്പം പിന്നെ ഉണ്ടാവും. അത് ശരിയാ. കേട്ടോ തുറപ്പം, നീ എനിക്ക് വാക്ക് തന്നാണ് എൻ്റെ കൂടെ വരാമെന്ന്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു, ഞാൻ പോകത്തില്ല. അല്ലെങ്കിൽ എൻ്റെ അന്ന, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് വയ്ക്കാം. വെറുതെയാണോ നീ? വെറുതെ പറയാം. മര്യാദയ്ക്ക് വാ. ഓക്കെ, വരാം. ഹായ്. ഓ ജോ, താനും ഉണ്ടോ? ചായ ഞാൻ പറഞ്ഞായിരുന്നില്ലേ? പക്ഷേ ഞാൻ 2 ടിക്കറ്റ് എടുത്തുള്ളൂ. ടിക്കറ്റ് കഴിയുകയും ചെയ്തു. ജോ, താനുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അതാ. ഇല്ല, ഞാൻ ഒന്നുകൂടി പോയി. കുഴപ്പമില്ല. നിങ്ങൾ പോക്കോ. അതെങ്ങനെ ശരി? അത് വേണ്ട. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാനിപ്പോഴ ഒരു കാര്യം ആലോചിച്ച, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞാൻ അവനോട് വരാമെന്ന് പറഞ്ഞതാ. ശരി, അപ്പോൾ നിങ്ങൾ പോക്കോ. അല്ല ജോ, പൊക്കൂടി, സീരിയസ് ആയിട്ട് വന്നു. അന്ന് പിന്നെ താൻ വായോ, ആൾക്കാരെ കാണാനുണ്ടെന്നല്ലേ. അല്ല അവൻ. അപ്പോൾ ശരി, ബൈ. നല്ല മൂവിയായിരുന്നു അല്ലേ? നല്ല മൂവിയായിരുന്നില്ലേന്ന്. അലസ്റ്റാതെ എന്നെ ഒന്ന് വേഗം വീട്ടിലേക്കാക്കുമോ? എനിക്ക് നല്ല തലവേന. മെഡിസിൻ വല്ലതും? വേണ്ട, എനിക്ക് വീട്ടിൽ ചെന്നാൽ മതി. ഓക്കെ. ചീനി മമ്മി. അന്ന മോളെ, അമ്മച്ചി പാല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തരാവേ. അവൻ എന്ത് ചെയ്യാൻ ചീനി മമ്മി? അവനെന്തോ വയ്യാന്ന് പറഞ്ഞ് നേരത്തെ റൂമിൽ കയറി. എന്തോ തലവേദനയാണെന്നോ. ഞാനാണെങ്കിൽ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല, റൂമാണെങ്കിൽ ഒന്നും തുറക്കുന്നുമില്ല. ആണോ? എന്നാൽ ഞാൻ മോളിപ്പോൾ ചെല്ലണ്ട, അവൻ എന്തായാലും നല്ല ദേഷ്യത്തിലൊക്കെ. എന്താണാവും. ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ മതി. ശരി മോൾ. എടാ ജോപ്പ, എന്താണ് മോനെ കഥകൊക്കെ കുറ്റിയിട്ടിട്ടൊരു പരിപാടി? സത്യം പറ. നീ ഒന്ന് പോയ ജീവനെ. എന്തു പറ്റിയടാ? കലിപ്പിലാണല്ലോ. ഒന്നുമില്ലേ? ഇല്ല. എന്നിട്ട് യൂഞ്ചി പറയുന്നുണ്ടായിരുന്നല്ലോ നിനക്ക് ഭയങ്കര തലവേദനയാണ്. ചെറിയൊരു തലവേദന. ശരിക്കും നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ പൊന്നോ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ചോദിച്ചല്ലേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നവുമില്ല. ശരിക്കും ഒരു പ്രശ്നമില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഒന്നിറങ്ങിപ്പോയടാ കുറട്ടിടക്കെ. ഇപ്പം കൺഫേം ആയി. ഇടയ്ക്കോ ഒപ്പം നീ ഇങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാതെ. നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം വരുന്നത്, അതും കടിച്ചു വിളിക്കണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ? ഇയൊന്നും ഉഷാറായേ. ബോറടിക്കുന്നുണ്ടാ? എനിക്കേ ബോറടിക്കുന്നുണ്ട് സീരിയസ്ലി. രണ്ടും ഒരുമാതിരി. ചില്ലാവ് കേട്ടല്ലോ. ഓക്കെ അല്ലേടാ? ശരി, ഞാൻ ചെല്ലുക. നിൻ്റെ ചേച്ചീസിനോട് പോയി ഒന്ന് സംസാരിക്കേ. നീ ഓക്കെ അല്ലാന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവിടെ സഹിക്കാൻ പറ്റാതെ. അതങ്ങനെയാണല്ലോ, ചങ്കും കരളും. ഞാൻ ഓക്കെ.
ശരി. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം, പിൻവിളി കേൾക്കാതെ തിരിയുകയാണോ നീ, പൊന്നേകം ഇരുളുകയാണകലേ, ഞാനോ പിടയുകയാണിവിടെ. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം. വീണുടയല്ലേ നീ ഒരു ഹിമഗണമാ, എൻ വീണയിലുടലേണം നീ സ്വരഗണമാ, വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും, ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും, നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രണയക്കടലിൽ. ഓ ഓ ഓ ഓ ഓ. ചോപ്പ, ആ അന്നാമേ, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ പിന്നെ വരാം. എനിക്ക് കുറച്ച് അർജൻറ്റുണ്ട്. ചോപ്പ ഒന്ന് നിൽക്ക്. എന്തിനെന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേ? എനിക്ക് എത്ര ഫീൽ ആവുന്നുണ്ടെന്ന് അറിയോ? എത്ര നാളായി നീ എന്നോട് മര്യാദയ്ക്ക് മിണ്ടിയിട്ടെന്നറിയോ? അനാമേ, നീ എന്തിനാ ഇപ്പൊ കരയണേ? നിനക്കൊന്നും അറിയണ്ടല്ലേ? എത്ര നാളായി നീ എന്നോട് മര്യാദയ്ക്ക് മിണ്ടിയിട്ടെന്നറിയോ? ഞാൻ എന്ത് ചെയ്ത്? ഇനി പോകാൻ എനിക്കാകെ 2 ദിവസമുള്ളൂ. അത് നിനക്കറിയോ? നീ എന്നോട് മിണ്ടാടുക്ക്. എന്തിനാ ചോപ്പ? നിനക്ക് അറിയാവുന്നല്ലേ? എടാ, മിണ്ടാടിരുന്നല്ല നിനക്ക്. നീ കണ്ണു തുടച്ചേ. അനാമ, ഒന്നുമില്ലടി. എന്ത് നിന്റെ പ്രശ്നം? എനിക്ക് അറിയാൻ പറ്റും. ആളങ്ങനെ ബിഹേവ് ചെയ്താണോ? അതൊന്നും അല്ല. അതിന് എനിക്കറിയില്ല. നീ എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റണില്ല. എന്തിനാ ചോപ്പ? എനിക്ക് അത്ര നാളല്ലുണ്ട്. നിന്റെ കൂടെയുള്ള കുറേ ഓർമ്മകളുണ്ട്. പക്ഷെ എന്നും ജോപ്പൻ്റെ അന്നയുടെ ജോപ്പായിട്ട് എന്നും ജീവിക്കാൻ പറ്റുമോ? എന്തായാലും ഞാൻ വേറെക്കൊരു വീട്ടിലേക്ക് പോകേണ്ടത്. പഴയതുപോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഉള്ള ദിവസങ്ങളിൽ നീ ഇങ്ങനെ കാണിച്ച എന്ത് നിന്റെ പ്രശ്നം? അതെന്നോട് പറ. എനിക്ക് പറ്റണില്ല. എനിക്കെന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്കത് തോന്നുക. എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ ഒന്ന് മിണ്ടു പോലും ചെയ്യാതെ നടക്കുന്നത്? അതൊന്നും അല്ല. പിന്നെ എന്ത് നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ലടാ, ഒന്നുമില്ല. എനിക്കിത് പറ്റില്ല ചോപ്പ. നീ ഇങ്ങനെയൊക്കെ കാണിക്കും. ഒന്നാതെ നിന്നെ വിട്ടുപോകാനുള്ള വിഷമത്തില്ല ഞാൻ.
അത് നിനക്കറിയില്ലല്ലോ. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായെന്ന് നിനക്കറിയുന്നില്ല. ഉണ്ടാ ഒന്നുമില്ല പോട്ടെ. ജോപ്പ, നിനക്കൊരു കാര്യം അറിയാം, നമ്മൾ രണ്ടുപേരും ചിന്തിച്ച് രണ്ട് വഴിയിലൂടെ. അതായത് നീ എന്നെ കണ്ട പോലെയല്ല ഞാൻ നിന്നെ കണ്ടത്. നീ എന്നെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടു. പക്ഷെ എൻ്റെ കണ്ണിൽ നീ വന്നതിന് ശേഷം നീ എൻ്റെ ലോകം, നീ എൻ്റെ എല്ലാം. അങ്ങനെയായതാ. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. നിന്നോട് ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ഡെയിലി ആ വഴക്കൊക്കെ എന്നോട് നീ കാണിക്കുന്ന കെയർ, സ്നേഹം പോലെയൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊക്കെ ഇങ്ങനെ എനിക്കറിയില്ല, മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേകതരം ഫീലായിരുന്നു. നീ എന്നെ നോക്കുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി പോണ പോലെയാ. നിന്റെ കണ്ണ് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം വല്ലാത്തൊരു നോട്ടാ നിന്റെ. അതെനിക്ക് മാത്രം അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുള്ളൂ. അത് ഇടയ്ക്ക് തോന്നും ലൈഫ് ലോങ് നമുക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ബട്ട് എവിടേക്കും മനസ്സിലായി അതെൻ്റെ വെറും എൻ്റെ മാത്രം തോന്നലാന്ന് മനസ്സിലായി. നിന്നോട് അത്രയും കംഫർട്ട് അതാണ് എൻ്റെ കൂടെ ഉണ്ടായ ഫീലിയോട് റോസിനോടും ഇല്ലാത്ത മറ്റെന്തൊരു തരം സേഫ് സോണാണ് എനിക്ക്. നമ്മൾ അകന്നു നിന്നപ്പോഴേ എനിക്കത് മനസ്സിലായി. ഒരു നിമിഷം പോലും നിന്റെ പ്രസൻസ് ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ എത്രയോ വർഷങ്ങളുടെ പരിചയമുള്ള പോലെ ഒരുതരം ഭ്രാന്ത് പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. എൻ്റെ വെറും തോന്നൽ മാത്രമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയായിരുന്നു കരുതിക്കൊണ്ടിരുന്നത്. ഡീപ്പായി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ വിചാരിച്ചോണ്ടെന്ന്. പക്ഷെ എനിക്കറിയില്ല അതെപ്പോഴും ഒരിഷ്ടമായി മാറി. എനിക്കറിയില്ല. എനിക്കിതിൻ്റെ ഇഷ്ടമാ ചൊപ്പ. ഭ്രാന്താതി എനിക്ക്. ഞാൻ പോലും പറയുന്നത് നീ എൻ്റെ ഉള്ളിലേക്ക് കയറി എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്താ ചൊപ്പ, എനിക്ക് മാത്രം അങ്ങനെയൊക്കെ തോന്നി. അതറിയാം, നിനക്കങ്ങനെ എന്തൊക്കെയോ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കാണിച്ചതെന്നറിയോ? അലക്സിച്ച എൻ്റെ കാര്യം എടുത്തെടുത്തിടുക, നിന്നെ ജലസാക്കാൻ നോക്കുക. പിന്നെ ആളെന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോൾ നിൻ്റെ വായന എന്താ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് നിന്നോട് അന്വേഷിച്ച് ആളോട് യെസ് പോലും പറയാതെ. അപ്പം എനിക്കറിയണമായിരുന്നു. ഞാൻ വിചാരിച്ചു മേ ബി നീ, പക്ഷെ അതൊക്കെ എൻ്റെ വേറെ തോന്നൽ മാത്രമായിരുന്നല്ലേ. ഒരാൾക്കും അറിയില്ലായിരുന്നു, ആരും മനസ്സിലായിട്ടില്ല. നീ പോലും മേ ബി ഇതായിരിക്കും എന്തിനും. പക്ഷെ എനിക്ക് അലക്സിച്ചാൻ ആ ഒരു സ്ഥാനത്ത് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ പോലെ എന്താണോ നിനക്ക് തോന്നാൻ. കഴിഞ്ഞു, എല്ലാം ഇവിടെ കഴിഞ്ഞു. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഇതെനിക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, മേ ബി അതൊരു
എൻ്റെ ഈ മനസ്സിലെത്തുന്ന അതിൽ നിന്ന് ശരിയാവില്ല തോന്നുന്നു. അതൊക്കെ മറന്നിട്ട് ഞാൻ ഈ ഒരാഴ്ചയെങ്കിലും നിൻ്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. പക്ഷെ പക്ഷെ നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത്? അതെനിക്ക് അറിയാൻ പറ്റാത്ത എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എനിക്ക് എനിക്ക് നിന്നെ പറ്റില്ല. നിന്നെ മറ്റൊരാളെ കൊണ്ടുവന്ന് കാണാൻ പറ്റില്ല. അതെന്നെ എൻ്റെ അത് മാത്രം തീരുമാനിച്ച് നടന്നതാ ഞാൻ. പെട്ടെന്ന് ചൊപ്പ നീ എന്തൊക്കെ പറയണേ? നീ എന്തിപ്പ പറഞ്ഞേ? നിനക്ക് മാത്രല്ല അച്ഛന് നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടം പോലും പറയാണ്ട് എനിക്ക് ജീവന നീ അങ്ങനെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ നിനക്കരച്ചനോട് ആദ്യം ഒരു പറ്റിപ്പോയി. അത് ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്തു നിന്റെ ഇഷ്ടം എനിക്ക് വലുത്. പക്ഷെ അറിഞ്ഞില്ലല്ലോടി നിന്റെ മനസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നോട് യോ ചേച്ചി ചോദിച്ചു ഞാനത് മനസ്സിലാക്കി. പറ്റുകയല്ലടി നീ ഇല്ലാതെ, അന്നമില്ലാതെ ചോപ്പിന് പറ്റുകയല്ല. നീ എൻ്റെ എല്ലാം. നിന്നോട് മിണ്ടാണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നീറിയത് എൻ്റെ മനസ്സ്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നേ ഞാനിതിന് ഒരുങ്ങായിരുന്നോടാ. ഒറ്റൊരു വാക്ക് പറഞ്ഞിരുന്നു, ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് പറ്റിയല്ല നീ അല്ലാതെ. ഇപ്പോഴേലും അതൊന്നും മനസ്സിലായല്ലോ രണ്ടുപേർക്കും. ചാച്ച മിണ്ടിപ്പോരുത്. ഞാൻ ആ വീട്ടുകാരോട് ഇനി എന്നാ പറയും? സെബി അല്ല ചൂടച്ച, എനിക്കൊന്നും അറിയില്ല ചൂടച്ച. അയ്യേ എൻ്റെ കൊച്ചിങ്ങനെ കരയാതെ. ദേ നോക്കിക്കേ, നിങ്ങൾക്കൊരു തെറ്റ് പറ്റി. അതിലിപ്പോൾ എന്താ? അറിയാൻ കുറച്ച് വൈകി, അത്രയല്ലേ ഉള്ളൂ. കെട്ടിക്കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇതുങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾറെഡി ഇത് മനസ്സിലായതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ ഞങ്ങൾ പോലും അറിയില്ലായിരുന്നല്ലോ. നിങ്ങളറിയാൻ കുറച്ച് വൈകി. അത് നിങ്ങളുടെ തെറ്റല്ല, അതിൽ കാര്യമില്ല. എൻ്റെ കൊച്ച് കുറേ കരഞ്ഞു. മതിയാക്ക്, ഇനി വിഷമിക്കാൻ പാടില്ല. ഇതൊക്കത്തിനും കാരണം തയ്യാറല്ല അവനാ. അവനൊന്നും വായ തുറന്നിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അവനെ പറഞ്ഞു മതി. അവളും കണക്കായിരുന്നില്ലേ. ഇതിപ്പോൾ നിങ്ങളിവിടെ വഴക്കുണ്ടാക്കുമല്ലോ. ജോപ്പ, നാഴേക്ക് 40 വട്ടം ചേച്ചീസെന്ന് വിളിച്ച് നീ പോവല്ലോ. അവളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. 2 ദിവസം മുമ്പെങ്കിലും ഞങ്ങൾ അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിലോ രണ്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ ചാച്ചനോട് ക്ഷമിക്കുക ചാച്ച. എനിക്ക് ഞാൻ കാരണം നീ കാരണം എന്ത്? നീ കാരണം ഒന്നുമില്ല. അലക്സ്മാരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവന് പറഞ്ഞാൽ മനസ്സിലാവും. നീ എന്തിനാ വെറുതെ കരയണ വെച്ചേ? ഇതൊക്കെ നോർമലല്ലേ. പലതും പറഞ്ഞപ്പോൾ പരസ്പരം പറയേണ്ടത് പറയാൻ നിങ്ങൾ മറന്നുപോയി. അതിൽ കാര്യമില്ല. നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് അവനെ വിടുകയൊന്നുമില്ല. പിന്നെ ഇത്രയോളം കാണിച്ചത് അങ്ങനെങ്കിലും രണ്ടിനെ വായന്ന് ഇതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. മക്കൾ സംസാരിച്ച് ഒക്കെ തീർപ്പാക്കിയിട്ട് വാ.
ചാച്ചനും അമ്മച്ചിയൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ ചാച്ച പോട്ടടി. എന്തായിരുന്നു മോൻ്റെ തലവേദന? ഇതായിരുന്നു അല്ലേ തലവേദനയുടെ കാര്യം? മോളെ അന്നാമേ, നീ ഒന്നും കൂടി ആലോചിക്കുന്നതല്ലേ? ഈ പൊട്ടനെ തന്നെ വേണോടി. പൊട്ടൻ നിൻ്റെ കണ്ട നമുക്ക് ഇവൻ വേണ്ടടി. നമുക്ക് നോക്കാന്നേ. ആ അനുഭവിച്ചു. എൻ്റെ കൊച്ചിനെ നീ വിഷമിച്ച ഡി. പറ്റില്ലെങ്കിൽ അപ്പം തന്നെ ഇറങ്ങി പോകണം കേട്ടോ. അതൊക്കെ സെറ്റ്. അപ്പം ഞാൻ നിർത്തിയിട്ട് പോരും. അത് കേട്ടാൽ മതി. നീ ഇപ്പം തന്നെ ഇവരെ ഡിവോഴ്സ് ആക്കോ? അല്ല, എന്നാൽ കഴിയുന്ന സഹായങ്ങൾ മതി. ജിമ്മിച്ചനങ്ങ് വന്ന് അവരവരുടെ പാട് നോക്കിക്കോട്ടെ. ഓക്കെ, ഞാൻ കെട്ടുറുമ്പാവുന്നില്ല ഡി. നീ എന്നെ ഇട്ടേച്ചു പോവും. അയ്യടാ, ഇത്രയും തല വിളിച്ചിട്ട് നിന്നെ ഞാൻ വിട്ടിട്ട് പോലെ പകരം തന്നിട്ടേ പോവുള്ളൂ. പോകുന്നെങ്കിലേ നിന്നെയും കൊണ്ട് ഈ അന്നമ്മ പോവുള്ളൂ. അതെനിക്കറിയാവേ. ലവ് യു ഡി. ലവ് യു ടു. എടി അന്നമ്മ, ഒരു കിസ്സട്ടെ. ഏടാ ഒന്ന് പോടാ കോപ്പാ. കോപ്പാന്ന് എടി നിന്ന് കെട്ടാൻ പോണോ ഞാനാ? അതിന് അതിൻ്റെ ബഹുമാനം പാടേ. അത് നീ എന്താ ഉദ്ദേശിക്കണേ? മറ്റേ പേരാ? ഓ, നിൻ്റെ അലക്സനൊക്കെ നീ കയറി വിളിക്കാറില്ലേ? എന്ത് ഇച്ചായാന്ന്? അയിന് ആ അത് നിന്നെ ഇച്ചായാന്ന്. നീ എന്നെ ചിരിപ്പിക്കാണ്ട് പോയോ എൻ്റെ കോപ്പ? ഓ, അവനെ കയറി നിനക്ക് ഇച്ചായെന്ന് വിളിക്കാൻ, എന്നെയൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ? അയ്യ, നിന്നൊക്കെ വെച്ച ക്ലീശയായി പോവും. ഓ, അല്ലെങ്കിൽ നമ്മളൊന്നും കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. അച്ചടാ, എൻ്റെ കോപ്പിന് വിഷമമായ? നമ്മളെ വിഷമിച്ചാലും ഇവിടെ കേൾക്കാൻ ആരുമില്ലല്ലോ. ഏട്ടാ കോപ്പ, എൻ്റെ ആയിട്ടാ. എന്നെ കൊണ്ട് വയ്യ ഇനി നീട്ടി വലിച്ചു പോവാൻ. ആ, എന്നാൽ പിന്നെ വിളിക്ക്. ഒന്ന് കേക്കട്ടെ. സീരിയസാ? ആടി. ഇച്ചായ? അയ്യേ, നീ എന്നെ ഇച്ചായൊന്നും വിളിക്കണ്ട. കോപ്പാന്ന് തന്നെ വിളിച്ചാൽ മതി. അതാ നിനക്ക് നല്ലത്. ഇതിന് നല്ലത് അതാ. അതിനല്ല ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് പറ്റുപണിയല്ല അല്ലേ? ഏയ് അല്ല. എന്നാൽ പിന്നെ ഓക്കെ. എന്നാൽ പിന്നെ പറ. So, Anna Sebastian, now tell me, who am I to you? Do you want to hear it? Yeah, you are my Nesrak.